നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. കേരള MBBS BDS മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നീറ്റ് 2025 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കേരളത്തിലെ 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും MBBS സീറ്റുകൾക്കും BDS സീറ്റുകൾക്കുമുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കോളേജ് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോഴ്സ് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികളും പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും നവംബർ 8-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. ഗവൺമെന്റ് മേഖലയിലേക്കാണ് പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 5000 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക ഓൺലൈനായി എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയും, സ്വകാര്യ മേഖലയിലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുഴുവൻ തുകയും കോളേജിന്റെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് 8-ാം തീയതിക്കുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. MBBSന്റെ എല്ലാ കോളേജുകളിലും ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എത്രയും വേഗം അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. കേരളത്തിന്റെ ഈ മേഖലയിലുള്ള ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള MBBSന്റെയും BDSന്റെയും സീറ്റുകളുടെ 99% സീറ്റുകളും ഈ അലോട്ട്മെന്റോടുകൂടി നികത്തപ്പെടും. ഇനിയും ഏതെങ്കിലും സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ 4-ാം ഘട്ട സ്ട്രേ വേക്കൻസിയിലൂടെ നവംബർ 10 ഒരിക്കൽ കൂടി ഒരു അലോട്ട്മെന്റും ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സ്ട്രേ വേക്കൻസിയിലൂടെ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തും. എന്നാൽ നാമമാത്രമായ സീറ്റുകൾ മാത്രമായിരിക്കും 4-ാം ഘട്ട അലോട്ട്മെന്റിൽ ഉണ്ടാവുക. 3-ാം ഘട്ട അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. MCCയുടെ മെഡിക്കൽ കൗൺസിലിന്റെ തീരുമാനപ്രകാരം 3-ാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഗവൺമെന്റ് മേഖലയിലോ ഡീംഡ് മേഖലയിലോ ഒരു MBBSനോ BDSനോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയാണ് 3-ാം ഘട്ട കേരള അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും കോളേജ് അല്ലെങ്കിൽ കോഴ്സ് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികളും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും പുതിയ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും, കോളേജ് മാറ്റമാണെങ്കിൽ ആദ്യം കിട്ടിയ കോളേജിലെ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ കോളേജിൽ നിന്നും അടച്ച തുകയും സർട്ടിഫിക്കറ്റുകളും തിരികെ മേടിച്ച് 8-ാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കണം. ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ കോളേജുകളുടെ വെബ്സൈറ്റുകൾ നോക്കി അഡ്മിഷൻ നടപടികളുടെ ക്രമങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കി നമ്മളുടെ ആവശ്യമായ തുകയെല്ലാം കരുതി വേണം അഡ്മിഷനായി പുറപ്പെടാൻ. ഗവൺമെന്റ് മേഖലയിലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നതെങ്കിൽ മാത്രമാണ് എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ആ തുക 5000 രൂപയ്ക്ക് ശേഷമുള്ള തുക അടയ്ക്കാനായിട്ട് സാധിക്കുക. സ്വകാര്യ മേഖലയിലാണെങ്കിൽ മുഴുവൻ തുകയും കോളേജിന്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. SC വിഭാഗം, ST വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം, ധീവര വിഭാഗം, OEC വിഭാഗം എന്നിങ്ങനെ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹോസ്റ്റൽ അതുപോലെ അഡ്മിഷൻ ഫീ അടക്കമുള്ള തുക മാത്രം കരുതിയാൽ മതിയാകും. പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയോടൊപ്പം തന്നെ ഡാറ്റാ ഷീറ്റും കേരള മെഡിക്കൽ റാങ്കും കാറ്റഗറിയും ഒക്കെ ഉൾപ്പെടുത്തിയ ഡാറ്റാ ഷീറ്റും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. നമുക്ക് നിലവിൽ 2-ാം ഘട്ടത്തിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3-ാം ഘട്ടത്തിലും അതേ കോളേജ് തന്നെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രവേശന നടപടികൾക്കായി ഓഫീസിനെ സമീപിക്കേണ്ടതായിട്ടില്ല. എന്നാൽ കാറ്റഗറി മാറ്റമുണ്ട് എങ്കിൽ 2-ാം ഘട്ട അലോട്ട്മെന്റിൽ ഈഴവയായോ മുസ്ലിമായോ മൈനോറിറ്റി ആയോ ആണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്, എന്നാൽ ഈ 3-ാം ഘട്ടത്തിൽ അത് സ്റ്റേറ്റ് മെറിറ്റിലോട്ട് മാറുകയോ മറ്റൊരു കാറ്റഗറിയിലോട്ട് മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ അലോട്ട്മെന്റ് മെമ്മോ നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യുകയും അത് ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെയ്യണം. എന്നാൽ കോഴ്സ് മാറ്റമോ കോളേജ് മാറ്റമോ കാറ്റഗറി മാറ്റമോ വരാതെ അതേ കോളേജ് തന്നെയാണ് ഇപ്പോഴും അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിക്കുന്നതെങ്കിൽ പുതിയതായി നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടി യാതൊരു നടപടിയും പൂർത്തിയാക്കേണ്ടതില്ല. എന്നാൽ കാറ്റഗറി മാറ്റമുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പുതിയ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്, ഓൾറെഡി അഡ്മിഷൻ എടുത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ. നമുക്കറിയാം, ഗവൺമെന്റ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും MBBSന്റെയും BDSന്റെയും
മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ കോളേജുകളിൽ ചേർന്ന് പഠനം തുടരേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി കേരളത്തിന്റെ മറ്റൊരു അലോട്ട്മെന്റിലോ ഓൾ ഇന്ത്യയുടെ മറ്റൊരു അലോട്ട്മെന്റിലോ പങ്കെടുപ്പിക്കുകയില്ല. പകരം ആ ഒഴിവ് വരുന്ന സീറ്റുകൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്ട്രേ വേക്കൻസിയിൽ ഓപ്പൺ ആക്കുകയും ചെയ്യും. നവംബർ 10 കേരള എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റിൽ നാലാം ഘട്ട അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിനായി ക്ഷണിക്കും. ആദ്യമായി ഓരോ കോളേജുകളുടെയും കാറ്റഗറി അനുസരിച്ചുള്ള വേക്കൻസി സീറ്റുകൾ ഡിസ്പ്ലേ ചെയ്യും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസി ഫീസ് അടച്ചുകൊണ്ട് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. പുതിയതായി ഓപ്ഷനുകൾ കൊടുക്കണം. ആദ്യഘട്ടങ്ങളിൽ ഒന്നും കൊടുക്കാത്ത സീറ്റുകളുമൊക്കെ വീണ്ടും ഓപ്ഷൻ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഒഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രം. ഇതുവരെയും കേരള അലോട്ട്മെന്റിൽ പങ്കെടുക്കാത്ത കേരള മെഡിക്കൽ റാങ്കിൽസ് ഉള്ളവർക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. മൂന്നാം ഘട്ട അലോട്ട്മെന്റ്, അതായത് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ആയിട്ടുള്ളവരും അഡ്മിറ്റഡ് ആയിട്ടുള്ളവരെയും നാലാം ഘട്ടത്തിൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുപോലെ ഒക്ടോബർ 28 ആയിരുന്നു നിലവിലുള്ള പ്രവേശനത്തിൽ നിന്നും TC മേടിക്കാൻ അല്ലെങ്കിൽ വിടുതൽ മേടിക്കാനുള്ള അവസരം. ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ ഒരു കോളേജിൽ പ്രവേശനം നേടി ഒക്ടോബർ 28 മുന്നായിട്ട് നിങ്ങൾ TC മേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുകയുള്ളൂ. 28 ശേഷമാണ് നിങ്ങൾ TC മേടിച്ചിരിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ നിൽക്കുന്ന കോളേജ് വേണ്ട എന്ന് തീരുമാനിച്ചതെങ്കിൽ നിങ്ങളെ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയില്ല. നമുക്കറിയാം, ആദ്യം നടക്കുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ സ്ട്രേ വേക്കൻസിയാണ്. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി 4-ാം തീയതി നാളെ മുതൽ. ആ ലിസ്റ്റ് അനുസരിച്ച് MCCയുടെ സൈറ്റിൽ നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുകയും നിങ്ങൾക്കൊരു സീറ്റ് അലോട്ടഡ് ആകുകയും ചെയ്താൽ കേരളത്തിന്റെ സ്ട്രേ വേക്കൻസിയിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. നാലാം ഘട്ട അലോട്ട്മെന്റ് ഈ 2025 അവസാന ഘട്ട അലോട്ട്മെന്റ് ആയതുകൊണ്ട് ഒരു കാരണവശാലും അലോട്ടഡ് ആകുന്ന സീറ്റുകൾ ഒഴിവാക്കുവാൻ നിർവാഹമുണ്ടായിരിക്കുകയില്ല. അഥവാ ഒരു സീറ്റ് അലോട്ടഡ് ആയാൽ പോലും നിങ്ങളത് അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ 2026 എക്സാമിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ സീറ്റ് മെട്രിക്സ് വരും. താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. സീറ്റ് അലോട്ടഡ് ആയാൽ നിർബന്ധമായും പോയി ചേരും എന്നുള്ളിടത്ത് മാത്രമേ ഓപ്ഷനുകൾ സമർപ്പിക്കാവുള്ളൂ. അങ്ങനെ സമർപ്പിച്ച് അലോട്ട്മെന്റ് വന്നാൽ നിർബന്ധമായും ആ കോളേജിൽ ചേർന്ന പഠനം തുടരുക. അഥവാ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയില്ല എങ്കിൽ, അലോട്ട്മെന്റിൽ വന്നില്ല എങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും അലോട്ട്മെന്റ് ലഭിക്കുന്ന പക്ഷം അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യാം. 10-ാം തീയതിയോടുകൂടിയാണ് കേരളത്തിന്റെ ഓരോ കോളേജുകളിലെയും കാറ്റഗറി അനുസരിച്ചുള്ള വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുക. ഈ മൂന്നാം ഘട്ടം ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBS സീറ്റുകൾക്ക് വിവിധ കാറ്റഗറി അനുസരിച്ച് വന്ന ലാസ്റ്റ് റാങ്ക് കൂടി പരിഗണിക്കാം. 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റില് ആദ്യഘട്ടത്തിൽ 676 റാങ്കിനാണ് തീർന്നതെങ്കിൽ മൂന്നാം ഘട്ടം എത്തിയപ്പോഴേക്കും 904 കേരള മെഡിക്കൽ റാങ്ക് വരെ പ്രവേശനം കിട്ടി. നീറ്റ് 2025 സ്കോർ 554 ആയിരുന്നു. EWS കാറ്റഗറിയിൽ 3467 514 മാർക്ക് വരെ പ്രവേശനം ലഭിച്ചപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ ഈഴവ കാറ്റഗറിയിൽ 2409 റാങ്ക് വരെയും 526 മാർക്ക് വരെയും പ്രവേശനം ലഭിച്ചു. മുസ്ലിം കാറ്റഗറിയിൽ 2394, ലാറ്റിൻ കാത്തലിക്സ് 3689, ധീവര വിഭാഗം 8062, വിശ്വകർമ്മ 3119, BH ബാക്ക്വേർഡ് ഹിന്ദു 2916, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2849, SC വിഭാഗം ഗവൺമെന്റ് മേഖലയിൽ 15494, ST വിഭാഗം 25421 വരെയാണ് കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് ലാസ്റ്റ് റാങ്കിൽ പ്രവേശനം ഗവൺമെന്റ് മേഖലയിൽ ലഭിച്ചിരിക്കുന്നത്. 21 സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനത്തിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് മെറിറ്റിൽ 10841 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്, 453 മാർക്ക് വരെ. EWS കാറ്റഗറിയിൽ 19325 കേരള മെഡിക്കൽ റാങ്ക് വരെയും, ഈഴവ കാറ്റഗറിയിൽ 11397 വരെയും, മുസ്ലിം മൈനോറിറ്റി കോളേജിൽ
14,048 വരെയും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ 12,686 വരെയും SC കാറ്റഗറിയിൽ 18,034 വരെയും ST കാറ്റഗറിയിൽ 29,388 വരെയും പ്രവേശനം ലഭിച്ചിരിക്കുന്നു. NRI സീറ്റില് NRIയുടെ ലാസ്റ്റ് റാങ്ക് അനുസരിച്ച് 44,673 NRIയുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ഇതിനോടകം പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 116 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥിക്കും 44,673 കേരള മെഡിക്കൽ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്കും കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ MBBSന് 22,60,000 രൂപയ്ക്ക് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് അനുസരിച്ച് ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഓരോ കോളേജുകളുടെയും കാറ്റഗറി അനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്കും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 904 എറണാകുളം മെഡിക്കൽ കോളേജിലാണ് സ്റ്റേറ്റ് മെറിറ്റ് അനുസരിച്ച് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയുടെയും റാങ്കുകളും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാറ്റഗറി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ എത്രാമത്തെ കുട്ടിക്ക് വരെ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റ ഷീറ്റ് എന്നിവ ഡൗൺലോഡ് ചെയ്യാം. ഗവൺമെന്റ് മേഖലയിലാണ് പ്രവേശനം കിട്ടിയിരിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസിന് ശേഷമുള്ള തുക ഓൺലൈനായിട്ട് അടയ്ക്കാനും 8-ാം തീയതിക്കുള്ളിൽ പ്രവേശനം നേടാനും സാധിക്കും. നീറ്റ് 2025 മെയ് ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം ഏതാണ്ട് 6-7 മാസങ്ങൾക്കിപ്പുറം MBBS BDSന്റെ അലോട്ട്മെന്റ് നടപടികളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ MBBSന്റെയും BDSന്റെയും 99% സീറ്റുകളും ഇതോടുകൂടി നികത്തപ്പെടും. ഇനിയും ഒഴിവുണ്ട് എങ്കിൽ അത് സ്ട്രേ വേക്കൻസിയിലൂടെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് നടപടികളിലും ഉൾപ്പെടാത്തവർക്ക്, ഒരു കോളേജും അലോട്ടഡ് ആകാത്തവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ നാളെ 4-ാം തീയതിയും 5-ാം തീയതിയും മുതലും കേരളത്തിൽ നവംബർ 10-ാം തീയതിയോടുകൂടിയും നടക്കും. അതിന്റെ വിശദവിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.